മാർക്ക് യുവർ അറ്റൻഡൻസ് പ്ലീസ്. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. പറഞ്ഞ ശേഷം മാത്രമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അഫ്ലഹ് ഇല്ലല്ലേ? ഹന്ന വർഗീസ്. ഓക്കെ, ഹിബ ഫാത്തിമ. ആൻസൺ ഉണ്ടല്ലേ? Okay, all of you take page number. നിങ്ങളുടെ പേജ് നമ്പർ ഏതാ മക്കളെ? ബുക്കിൻ്റെ മിസ്സിൻ്റെ മാറ്റം ഉണ്ടാവും. Participant 23, then chart 24. Okay. Next is be safe on the road. Be safe on the road. Walk on the footpath or on the safe side of the road. Walk on the footpath. ഫുട്പാത്തിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. റോഡിന് നടുക്കൂടൊന്നും നടക്കാൻ പാടില്ല. ഇത് എന്തെയാണ് റോഡ്? പേജ് നമ്പർ 163. ഓക്കെ, നമ്മൾ സൈഡിൽ കൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ അല്ലേ? Cross the road at a zebra crossing. Before crossing, look in your right, then your left, and then again to your right. Cross the road when it is clear, when the traffic stop. അല്ലേ? If there is subway, അത് കഴിഞ്ഞല്ലേ മക്കളെ? ബൈസൈക്കിളിനെയും കഴിഞ്ഞാണല്ലേ? ഓക്കെ, ഗുഡ്. അടുത്തത് ഇവിടെ വരുന്നു. ചെക്ക് പോയിന്റ് ചെയ്യണേ. യൂസ് എ ഡാഷ് ടു ഷാർപ്പൺ പെൻസിൽ. ക്രോസ് the road at dash crossing. Use dash to cross a road. Check point ചെയ്തിട്ട് മിസ്സിന് അയക്കണേ. Be safe at home. Do not leave your toys, bags and shoes on the floor. You or someone could trip over them. എന്താണ്? എങ്ങനെയാണ് വീടിനുള്ളിൽ നമ്മൾ പറയും ഏറ്റവും സേഫസ്റ്റ് ആയ പ്ലേസ് നമ്മുടെ വീടാണെന്നല്ലേ അനീറ്റ? Turn on your video. Muhammad T, Hanna, Muhammad Shahzad, I can't see you. കൗശികേ, അനിക്കയോട് എന്തോ കാര്യമായിട്ട് ആരോ വർത്താനം പറയുന്നുണ്ടെന്ന് തോന്നല്ലോ. മോനൂട്ടനാ? ഇതാരാ പാവേനെ കൊണ്ടൊക്കെ വന്നേ? ദേ മിസ് നല്ല ചൂരലും കൊണ്ട് വരും കേട്ടോ അങ്ങോട്ട്. പാവക്കുട്ടിനെ കൊണ്ട് പോക്കോ. ചേച്ചി പഠിക്കട്ടെ കേട്ടാ, ചേച്ചി പഠിക്കട്ടെ. എന്താ ടെസ മരിയ കൈ ഉയർത്തത്? വീഡിയോ ഓൺ ചെയ്തേ, വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ, സേഫ് അറ്റ് ഹോം. ഡു നോട്ട് ലീവ് യുവർ ടോയ്സ്, ബാഗ്സ് ആൻഡ് ഷൂസ് ഓൺ ദ ഫ്ലോർ. യു ഓർ സംവൺ കുഡ് ട്രിപ്പ് ഓവർ ദം. കണ്ടോ, നമ്മൾ നല്ല മക്കളായിട്ട് കളി കഴിഞ്ഞ ശേഷം നമ്മളുടെ കളിപ്പാട്ടങ്ങളൊക്കെ എന്ത് സാധനം എടുത്താലും തിരിച്ച് അത് അതിന്റെ സേഫായ സ്ഥലത്ത് വെച്ച ശേഷം മാത്രമേ എണീറ്റ് പോകാൻ പാടുള്ളൂ. അല്ലാതെ എടുക്കാൻ എല്ലാവർക്കും ഉഷാറുണ്ടല്ലേ, തിരിച്ചു കൊണ്ട് വെക്കുന്ന കാര്യത്തിലാണ് മടി അല്ലേ? അവിടെയാണ് മടി അല്ലേ? ബി കെയർഫുൾ വിത്ത് ഷാർപ്പ് തിങ്സ് ലൈക്ക് knives, blades and scissors. You may hurt yourself.
No, be careful with sharp things like knives, blades and scissors. You may hurt themselves. കണ്ടോ, കത്തി കൊണ്ടും ബ്ലേഡ് കൊണ്ടും കത്രി കൊണ്ടൊന്നും അധികം കളിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മൾക്ക് തന്നെ മുറിവ് പറ്റും. ഷഹസാദേ, sit down there. എടാ, നീ എങ്ങോട്ടാ ഈ മൊബൈലും കൊണ്ട് ഓടുന്നേ? ക്ലാസ് ഡിസ്റ്റർബൻസ് ആയാലും മിസ്സിന് ദേഷ്യം വരും കേട്ടോ. ഹന്ന, turn on your video. Okay. While lighting candles and matches, hold them away from your body. അല്ലെ, തീപ്പെട്ടി വരയ്ക്കുമ്പോഴോ ഗ്യാസ് ലൈറ്റർ ഒക്കെ ഉപയോഗിക്കുമ്പോഴോ നിങ്ങൾ ഇനി അത് ചെയ്യണ്ട എന്ന് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ മസ്റ്റ് ബി വെരി കെയർഫുൾ. നമ്മൾക്ക് ആദ്യം ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ഓർക്കുക, അത് തരുന്ന സന്തോഷം പോലെ തന്നെ, അത് തരുന്ന ഉപകാരം പോലെ തന്നെ ഉപദ്രവവും ഉണ്ടാവാം. അത് നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടില്ലാതെ സന്തോഷം മാത്രം, സൗകര്യം മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? വി മസ്റ്റ് ബി വെരി കെയർഫുൾ. ഫയർ ക്യാൻ ഹേർട്ട് യു വെരി ബാഡ്ലി. ബി കെയർഫുൾ നിയർ സ്റ്റൗസ്. ഡു നോട്ട് ടച്ച് ഹോട്ട് പാൻസ് ഓർ ബോയിലിംഗ് വാട്ടർ. കണ്ടോ, അതുപോലെ തീ ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. അല്ലേ ആൻഷി? അല്ലേ ഋഷികേശ് അവിടെ ഇയർഫോൺ ഒക്കെ വെച്ച് നല്ല ഹെഡ്ഫോൺ ഒക്കെ വെച്ച് നല്ല കളിയുണ്ട്. എന്താ മോനെ അവിടെ? എന്താ ടെസാമരിയ? ഇപ്പോഴാണോ ടെസാമരിയ പ്രസന്റ് അടിക്കുന്നേ? only 26 participants. Okay. Do not touch electrical gadgets or switches with wet hands. You may get an electric shock. കണ്ടോ, ഒരിക്കലും നമ്മൾ കുളി കഴിഞ്ഞ് വന്നിട്ടോ കളിക്കാൻ പോയി വേർത്ത് വന്നിട്ടോ അങ്ങനെയുള്ള നമ്മുടെ ശരീരം തണുത്തിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഇലക്ട്രോണിക് കറണ്ടിന്റെ ഒന്നും ഓൺ ചെയ്യാൻ പാടില്ല. നമുക്ക് ഷോക്ക് അടിക്കും. കാരണം നനഞ്ഞിരിക്കുന്ന മനുഷ്യശരീരം വേഗം കറണ്ടിനെ പാസ് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആരാണ് ചാറ്റിൽ 38 ചാറ്റൊക്കെ വന്നേക്കുന്ന? ആരാണ്? എന്താ മുഹമ്മദ് ടി? ഓക്കെ. ടേക്ക് മെഡിസിൻസ് ഓൺലി ആഫ്റ്റർ ആസ്കിങ് ആൻ അഡൾട്ട്. അതുപോലെ തന്നെ മെഡിസിൻസ് കഴിക്കുമ്പോൾ, മെഡിസിൻസ് നമ്മൾ കഴിക്കുന്നത് നമ്മളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. അല്ലേ? എന്തിനാ മരുന്ന് കഴിക്കുന്നേ? സുഖമാകാൻ വേണ്ടി. എന്നാലോ എന്നാ പിന്നെ വേഗം അങ്ങ് സുഖമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കിട്ടുന്ന മരുന്ന് മുഴുവൻ ഒറ്റയടിച്ച് കുടിച്ചാലോ പെട്ടെന്ന് സുഖമായി കിട്ടിക്കോളൂ. അല്ലേ? അങ്ങനെയാണോ? സ്റ്റഡിയിലേക്ക് വടി പോലാകും. അങ്ങനെ വേണോ? വേണ്ട അല്ലേ? അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന അളവിൽ മാത്രമേ മരുന്ന് കഴിക്കാവുള്ളൂ. ഓവർഡോസ് മരുന്ന് വന്നാൽ പിന്നെ അതിന്റെ ബുദ്ധിന് വേണ്ടി നമ്മൾ കരയേണ്ടി വരും. പനിയും തലവേദനയോ അല്ലെ കൈയും കാലും മുറിഞ്ഞ വേദനയ്ക്കൊക്കെയോ നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാ മരുന്ന് കഴിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് അങ്ങ് വേദന പൊക്കോട്ടെ അല്ലെങ്കിൽ മുറിവ് വേഗം കരിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ട് കൂടുതൽ കഴിക്കുമ്പോൾ മക്കളെ നോ രക്ഷ, പിന്നെ കഴിക്കണ്ടേ വരത്തില്ല കേട്ടോ. അതുകൊണ്ട് മരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ആ പേരൻസിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും മരുന്ന് കഴിക്കാൻ പാടില്ല. മുഹമ്മദ് നഫി, മോൻ എന്തിനാ 3-4 ഇമോജിയൊക്കെ ചിരിക്കുന്ന മുഖമൊക്കെ ഇട്ട് വെച്ചെന്ന്? മോൻ ആകെ ഒരു മുഖമല്ലേ ഉള്ളൂ. പേര് കഴിഞ്ഞിട്ടൊരു 3 ചിരിക്കുന്നോ കരയുന്നോ ഏതാണ്ടൊക്കെ മുഖം ഇട്ട് വെച്ചേക്കുന്നു. ഒന്നും വേണ്ട കേട്ടോ, സിമ്പിൾ പേര് മതി, മുഹമ്മദ് നാഫി എന്ന്. Okay. Then do not play with plastic bags. എന്തുകൊണ്ടാണ് മക്കളെ പ്ലാസ്റ്റിക് ബാഗ് കൊണ്ട് കളിക്കൽ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് ബാഗുകൾ കൊണ്ട് കളിക്കൽ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? പ്ലാസ്റ്റിക് ബാഗ് നമ്മൾ അത് കളിക്കുമ്പോൾ അത് ഇൻ കേസ് നമ്മുടെ മുഖത്ത് തലയ്ക്ക് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്വാസം കിട്ടാതായി പോകും.
ഓക്കെ. കൂടാതെ പ്ലാസ്റ്റിക് എന്നതിൽ നിന്നുള്ള, അത് നിങ്ങൾ വലിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ആ സബ്സ്റ്റൻസിന്റെ മണവും കാര്യമൊക്കെ നമ്മുടെ ശ്വാസകോശത്തിനൊക്കെ വളരെ പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അത് വേറൊരു കാര്യം. ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാല്, ആ പ്ലാസ്റ്റിക് അറിയാണ്ടെങ്കിലും തലയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കൂട് മതി നമ്മള് ടാറ്റ പറയാൻ ഈ ലോകത്തൊന്നും. വേണോ? അപ്പോൾ പ്ലാസ്റ്റിക് എന്നത് വളരെയധികം ഡേഞ്ചറസ് സാധനമാണ്. അതിന്റെ പുക നമുക്ക് ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാകും. അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് കളിക്കുന്ന പല രീതിയിലൊക്കെ നമ്മൾക്ക് ശരീരത്തെ ബാധിക്കും. കൂടാതെ നമ്മളെ സഫോക്കേറ്റ് ചെയ്ത് നമ്മുടെ ജീവൻ നശിപ്പിക്കാൻ പോലും പ്ലാസ്റ്റിക് കൊണ്ട് പറ്റും. ജുവൽ മരിയ ജോമോൻ, ടേൺ ഓൺ യുവർ വീഡിയോ. ടെസാമരിയൊക്കെ ആരാ സംസാരിക്കാൻ അവിടെ വന്ന് നിൽക്കുന്നേ? ഓക്കെ, ടെസാമരിയ പ്ലാസ്റ്റിക്കും കൊണ്ട് കളിക്കുന്നില്ല എന്ന് പറയാൻ വന്നതായിരിക്കും അല്ലേ? നെക്സ്റ്റ്, പ്ലാസ്റ്റിക് ബാഗ്സ്, ബെഡ്ഷീറ്റ്സ് ഓർ പില്ലോ കേസ് ബൈ പുള്ളിങ് ദം ഓവർ യുവർ ഹെഡ്. കണ്ടോ, തലയിണ മുഖത്തിങ്ങനെ അമർത്തി വെച്ചാൽ മതി. ഒരു തലയിണ മുറുക്കം നമ്മുടെ മുഖത്തും വായിലും ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിലാക്കിയാൽ മതി, നമ്മുടെ കാര്യം പോക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ബെഡ്ഷീറ്റിനുള്ളിൽ കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം കിട്ടാണ്ട് വരും. അപ്പം പ്ലാസ്റ്റിക് കൊണ്ടും ബെഡ്ഷീറ്റ് കൊണ്ടും പില്ലോ കേസ് കൊണ്ടും ഒക്കെ നമ്മൾ കളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതെല്ലാം നമുക്ക് അപകടം. നമ്മൾ വീട്ടിൽ സേഫായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പല വസ്തുക്കളും നമ്മളുടെ അസൗകര്യത്തിന്, നമ്മളുടെ സങ്കടത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ഓരോ വസ്തുവിനെയും ഉപയോഗിക്കേണ്ട രീതിയിൽ മാത്രം ഉപയോഗിക്കുക. ക്ലിയർ ആയല്ലോ? അനാവശ്യമായി സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. അടുത്തത് ഫസ്റ്റ് എയ്ഡ്. ആഫ്റ്റർ ആൻ ആക്സിഡന്റ്, the first help that injured person get is called first aid. എന്താ മക്കളെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാല്? ആഫ്റ്റർ ആൻ ആക്സിഡന്റ്, ഒരു ദുരന്തത്തിന് ശേഷം, ഒരു അപകടത്തിന് ശേഷം, ദ ഫസ്റ്റ് ഹെൽപ്പ് ദാറ്റ് ആൻ ഇൻജേർഡ് പേഴ്സൺ ഗെറ്റ്, മുറിവേറ്റ വ്യക്തിക്ക് കിട്ടുന്ന ആദ്യത്തെ സഹായത്തെയാണ് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് എന്ന്. അനീറ്റ, ഇടയ്ക്കിടയ്ക്ക് മിസ് പറഞ്ഞുകൊണ്ടിരിക്കണം ടേൺ ഓൺ വീഡിയോ. മിസ്സിന് ഒരു റെക്കോർഡർ ഓൺ ചെയ്ത് വെക്കാം, ഒന്ന് ഞെക്കിയാൽ മതിയല്ലോ, അത് അതങ്ങ് വന്നോളുമല്ലോ. മിസ് ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ. എറിക്കേ, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ടോ? നീ നല്ല സുന്ദര കുട്ടപ്പനല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുങ്ങിയാൽ എങ്ങനെയാ മിസ് കാണുന്നേ? ഇത് അടുത്തൊരു ടെസക്കുട്ടിയുണ്ട്, നല്ല സ്റ്റൈലും മുടിയൊക്കെ കെട്ടി വെച്ച് സുന്ദരിയായിട്ട് കയറി ഇരിപ്പുണ്ടേ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷമാവും. അനീറ്റ എന്തിയേ? അനീറ്റയുടെ തലയുടെ പകുതി മാത്രമേ കാണുന്നുള്ളൂ. നല്ല റോസ് ഉടുപ്പും റോസും ചെവിയൊക്കെ വെച്ചിട്ടുണ്ട് തലയുടെ മുകളിൽ, അല്ലേ അനീറ്റ? പോയി വരുന്നുണ്ട്. അന്നക്കുട്ടിയെ ഒന്ന് നേരെ ഇരുന്നേ. ഭിത്തിയിലെ ചിത്രങ്ങളൊക്കെയാ മിസ്സിന് കാണുന്നത്. എന്താ അത് ഒട്ടിച്ചു വെച്ചേക്കുന്ന സ്റ്റിക്കർ? ഭിത്തിയിൽ നല്ല ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ? ഹിബ ഫാത്തിമ ചാറ്റ് ബോക്സിൽ വല്ലാതെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹിബ ഫാത്തിമ ഹംസക്കുട്ടി, ചാറ്റ് ബോക്സിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നീ എടുത്തു നോക്കിക്കോ, ഞാൻ വേണേ അയച്ചു തരാം കേട്ടോ. മോളുടെ പേര് മാത്രം എഴുതിയാൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ട് മിസ്സിനെ വിളിക്കണമെങ്കിൽ എന്താണ് റീസൺ എന്ന് മാത്രം എഴുതുക കേട്ടല്ലോ. അടുത്തത്, ലിസൺ ഹിയർ. Then if one of your friends get hurt, you need to give first aid before an adult can reach you. Here is what you can do. നോക്കോളാം. If one of your friend get hurt, നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ മുറിവേറ്റ് കിടക്കുകയാണെങ്കിൽ, മുറിവ് പറ്റിയാൽ, you need to give first aid before an adult can reach you. ഒരു വലിയ ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പേ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുടെ ലിസ്റ്റ് ഇതാ. ഡു നോട്ട് പാനിക്, കീപ്പ് കാം. അല്ലെ, നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ആരെങ്കിലുമോ നമ്മുടെ ബന്ധുക്കാരോ ആരും ആയിക്കോട്ടെ, നമ്മുടെ മുമ്പിൽ നിന്നും ഒരു അപകടം പറ്റിയാൽ നമ്മൾ കൊണ്ട് അയ്യോ ഇതെന്താ പറ്റിയേ, ഇനിയിപ്പൊ എന്നാ ചെയ്യുന്നേ, ചോര മുഴുവൻ പോകുന്നുണ്ടല്ലോ, ഇപ്പൊ ചത്തുപോവല്ലോ എന്നൊന്നും കിടന്ന് ആരും ബഹളം വെക്കല്ലേ. എത്ര സീരിയസ് ആണെങ്കിലും എത്ര ബ്ലീഡിങ് ഉണ്ടെങ്കിലും ആദ്യം എന്ത് ചെയ്യണം?
അവരോട് പറയണം, കുഴപ്പമില്ല കേട്ടോ, കാര്യമായ മുറിവൊന്നുമില്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, കുറച്ചുണ്ട്, നമുക്ക് ആശുപത്രി പോവാം, സീരിയസ് ആയിട്ടൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞ് അവരെ നമ്മൾ ആശ്വസിപ്പിക്കണം. അങ്ങനെ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് ബ്ലീഡിങ് കുറയും, രക്തം പോകുന്നത് കുറയും. അവരുടെ മനസ്സിനെ എപ്പോഴും ശാന്തമായി, നമ്മുടെ മുഖഭാവം കണ്ടാൽ അവർക്ക് മനസ്സിലാവും കാര്യം സീരിയസ് ആണോ അല്ലെന്ന്. ചിലപ്പം മുറിവേറ്റ് കിടക്കുന്ന ആൾക്ക് ആ മുറിവിന്റെ സീരിയസ്നെസ് കാരണം വേദന അറിയില്ല, അവർ മരവിച്ചു പോയിട്ടുണ്ടാവും അവിടെ. പക്ഷെ നമ്മുടെ മുഖം ഇങ്ങനെ പേടിച്ചു കരഞ്ഞു, അയ്യോ ഇപ്പൊ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നോർത്ത് നമ്മൾ ബഹളം വെച്ചാൽ നമ്മുടെ മുഖഭാവത്തിൽ നിന്നും അവർക്ക് മനസ്സിലാവും എന്തോ വലിയ കാര്യം സംഭവിച്ചെന്നല്ലേ. കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷെ നമ്മുടെ മുഖഭാവത്തിൽ നിന്ന് അവർ കൂടുതൽ പേടിക്കുമ്പോൾ കൂടുതൽ മോശമായി മാറും അവരുടെ സിറ്റുവേഷൻ, ഇല്ലേ? കൂടുതൽ മോശമായി മാറും അവരുടെ സിറ്റുവേഷൻ. സോ ഏത് സാഹചര്യത്തിലായാലും ആദ്യമായി വേണ്ടത് ശാന്തമായിരിക്കാം. നമുക്കൊരു പൂച്ചക്കുഞ്ഞയില പറയും, നമ്മൾ അവിടെ കിടന്ന് കാറും അല്ലേ, പിന്നെയല്ലേ ഒരു പാമ്പിനെ കണ്ട നിലവിളിച്ചോണ്ട് ഓടും അല്ലേ. ഇനി ആരെങ്കിലും വേണ്ടി ഒന്ന് ചെറിയതായിട്ട് കയ്യോ കാലോ മുന്നോ, അയ്യോ എന്താ ചെയ്യുന്നേ, ഇതെന്തൊരു ചോരയാ, എനിക്ക് കാണാൻ വയ്യപ്പാ, ഞാൻ ഓടുവാപ്പാ എന്ന് പറഞ്ഞ ഓട്ടമാണല്ലേ. അങ്ങനെയാണോ എഡ്യൂക്കേറ്റഡ് ആയ കൾച്ചർഡ് ആയ മക്കള് ചെയ്യേണ്ടത്? അല്ല. എന്ത് ചെയ്യണം? ഇതൊന്നും സാരമില്ലെന്നേ, ഇത്രയല്ലേ പറ്റുള്ളൂ, ഇത് വലിയ കാര്യ പ്രശ്നമൊന്നുമില്ല, നമുക്കിത് ഇപ്പൊ ശരിയാക്കാന്നേ എന്നൊക്കെ പറഞ്ഞൊന്ന് ശാന്തതയാക്കുക ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മുടെ കഴിവ് കാണിക്കേണ്ടത് കേട്ടോ. സോ ഡു നോട്ട് പാനിക്, കീപ് കാം. പാനിക്കാതിരിക്കാൻ പാടില്ല, എപ്പോഴും ശാന്തത, വെപ്രാളം വരുത്താൻ പാടില്ല, എപ്പോഴും ശാന്തതയിലിരിക്കണം. ഡു നോട്ട് ക്രൗഡ് അറൌണ്ട് ദ ഇഞ്ചേർഡ് പേഴ്സൺ. എന്താ സംഭവിക്കുന്നത് പോയി എത്തി നോക്കി ഈ പരിക്കേറ്റ ആളുടെ ചുറ്റും കൂടി നിൽക്കരുത്. ഓക്കെ, ഡു നോട്ട് ക്രൗഡ് അറൌണ്ട് ദ ഇഞ്ചേർഡ് പേഴ്സൺ. മുറിവേറ്റ വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ചുറ്റും കൂടി നിന്ന് ബഹളമാക്കാൻ പാടില്ല. ഓക്കെ, എപ്പോഴും ഫ്രീ എയർ സർക്കുലേഷൻ ഉണ്ടാവണം. ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥ, പേടിപ്പിക്കുന്ന ഒരവസ്ഥയല്ല ഉണ്ടാക്കേണ്ടത്. ഓക്കെ, call a doctor or an adult. ഒന്നെങ്കിൽ ഡോക്ടറെ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വലിയ ആളെ വിളിക്കുക. അതാണ് അല്ലേ അനീറ്റ എന്താ അവിടെ ചെയ്യുന്നേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബഹളം വെക്കാതെ ശാന്തമായി നമ്മളെക്കാൾ അറിവുള്ള ആൾക്കാരെ അറിയിക്കാം. Do not let the wound bleed. Lost blood will be harmful. മുറിവിൽ നിന്നും ആരാടാവില്ല കട്ടയും കോലും ഒക്കെ ഇട്ട് വെച്ചേക്കുന്നത്? ഫ്രം കുറെ കട്ടയും ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു ഹാർട്ടിന്റെ ചിഹ്നം ഒക്കെ ഇട്ടിട്ട് മിസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതാരാടാ? കുത്തിന്ന് വേറെ ഒരു പണിയില്ല അല്ലേ മൊബൈലിൽ പണിയുന്നത്? മിസ്സിനൊരു ഹാർട്ടുണ്ട്, അത് മതി, കൂടുതൽ ഹാർട്ടൊന്നും വേണ്ട. ഓക്കെ, ഡബിൾ ഹാർട്ടൊക്കെ ആക്കാൻ പറ്റൂല, സഹിക്കാൻ പറ്റൂല കേട്ടോ. അതിൻ്റെ അകത്ത് കുറെ കട്ടയും കുറെ പടവും ഒന്നും വേണ്ട. മക്കൾ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി കേട്ടല്ലോ. ഓക്കെ, ഡു നോട്ട് ലെറ്റ് ദ വൂണ്ട് ബ്ലീഡ്. മുറിവിൽ നിന്നും രക്തം അങ്ങനെ ഒഴുകി പോവാൻ പാടില്ല. ലോസ് ഓർ ബ്ലഡ് വിൽ ബി ഹാർംഫുൾ. രക്തം പോയാലാണ് നമ്മൾ ഏകദേശം 5.5 ലിറ്ററോളം ബ്ലഡ് നമ്മുടെ ശരീരത്തുണ്ട്. അത് മുറിവ് പറ്റി അതോട് ഒഴുകി അധികം ആക്സിഡന്റില് മരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? ബ്ലീഡിങ് തന്നെയാണ്. മുറിവിൽ നിന്നും രക്തം പോകുന്നത് തന്നെയുണ്ട് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുറിവിൽ നിന്നും രക്തം പോവാതെ സൂക്ഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതാ വരുന്നു പിന്നെ മിസ് എന്നും പറഞ്ഞിട്ട്. ഇതാരാടാ? ഫ്രം പേരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഹിബ ഫാത്തിമ ഇരുന്ന് ഉറങ്ങാൻ പോയെന്ന് ഉമ്മയോട് അടി തന്നിട്ടുണ്ടല്ലേ അല്ലേ ഹിബ ഫാത്തിമ? നേരെ ഇരിക്കും. നീ ഹിബ ഉമ്മേനൊന്നും ചെയ്യണ്ട, ഞാനാ നിനക്ക് തരേണ്ടത്. അത് അതിന് പോലെ ഉമ്മ തന്നേ ഉള്ളൂ. ഒരു താങ്ക്സ് പറഞ്ഞേരാട്ടാ. കിടന്നങ്ങ് ഉറങ്ങാൻ പോവാണല്ലേ. ഓക്കെ, ഡു നോട്ട് ലെറ്റ് ദ വൂണ്ട് ബ്ലീഡ് ലോസ്. ക്ലീൻ ദ വൂണ്ട് വിത്ത് ആൻ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ. യു ക്യാൻ ഓൾസോ അപ്ലൈ എനി ആന്റിസെപ്റ്റിക് ലോഷൻ ഓർ ഓയിൽമെന്റ്. അപ്പൊ എന്ത് ചെയ്യണം? ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ ആ മുറിവ് നന്നായി കഴുകി നല്ല തുണി കൊണ്ട്
വൃത്തിയുള്ള തുണി കൊണ്ട് കഴുകി തുടച്ചിട്ട് എന്ത് ചെയ്യണം? ആന്റിസെപ്റ്റിക് ലോഷൻ. അത് ചെറിയ മുറിവാണെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. വലിയ മുറിവറ്റ് പരിഗണന നമ്മൾ കഴുകാനും പിടിക്കാനൊന്നും പോകല്ലേ. കാരണം അതിന്റെ മുറിവിന്റെ അളവ് നമുക്ക് മനസ്സിലാവില്ല. ബ്ലീഡിങ് പോകാൻ വേണ്ടിയാണ് കെട്ടിവെക്കാം. പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടത് കുറച്ചുകൂടെ വലിയ ആൾക്കാരാണ്. നിങ്ങൾ ചെറിയ ചെറിയ മുറിവുകളെ മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും എമർജൻസി ആയ കാര്യം ഒരു പ്രായമായ ആളെ അറിയിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ടൈ എ ക്ലീൻ ഹാങ്കി ഓർ ബാൻഡേജ് ഓവർ ദ വൂണ്ട്. അല്ലെ, ആ നല്ല വൃത്തിയുള്ള ടവല് കൊണ്ടോ അല്ലെങ്കിൽ ബാൻഡേജ് കൊണ്ടോ മുറിവ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ തന്നെ ആളിന് മനസ്സിലായി. ഞാൻ പറഞ്ഞ പോലെ മിസ്സിന് കുറെ കട്ടയും പഴമൊക്കെ അയച്ചു തരുന്നുണ്ട്. ഞാനത് ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോ അത് ആക്കി. ആരാണത്? കണ്ടുപിടിക്കാൻ മാർഗമുണ്ട് കേട്ടോ. നെക്സ്റ്റ്, make the injured person sit or lay down, keep the wounded part of the wound be raised. അപ്പോൾ മുറിവേറ്റ ആളെ ആ മുറിവേറ്റ ഭാഗം ഉയർത്തി വെച്ച് ശാന്തമായി കിടക്കാൻ അനുവദിക്കുക. അന്നേരം ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് വളരെയധികം കുറയും. ഓക്കെ. എപ്പോഴും മനസ്സ് ശാന്തമായിരിക്കണം. കൂടാതെ നമ്മൾ ആ മുറിവ് വലുതാകാത്ത രീതിയിൽ, മുറിവിൽ നിന്നും ബ്ലഡ് പോകാത്ത രീതിയിൽ ശാന്തമായി അവരെ കിടത്തി ആ മുറിവൊന്ന് കെട്ടിവെക്കുക. കംഫോർട്ട് യുവർ ഇഞ്ചേർഡ് ഫ്രണ്ട്. നമ്മുടെ മുറിവേറ്റ് കിടക്കുന്ന കൂട്ടുകാരനെ ആശ്വസിപ്പിക്കുക ചെയ്യേണ്ടത്. ആരാ ചെസ് കളിക്കുന്നത്? ഡൊമിനിക് ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെയും പേടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് പോലെ എന്ത് ചെയ്യണം? ആശ്വാസം പകരുന്ന വാക്കുകൾ പറയാണ് വേണ്ടത്. ഏത് സന്ദർഭം മിസ്സൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഒരു കണ്ടാൽ അതിനെ കുറിച്ചങ്ങ് വലിയ കമന്ററി ആണ് അല്ലേ, അങ്ങനെ ഇങ്ങനെ. അതൊന്നും വേണ്ട. ബി കാം ആയിരിക്കുകയാണ് ഏറ്റവും നല്ലത് അല്ലേ. എന്ത് കണ്ടാലും നമുക്കൊക്കെ ഉണ്ട്, നമ്മുടെ അറിവങ്ങ് വിളമ്പുകയാണല്ലേ. ഞാനന്ന് പണ്ട് മുതുമുത്തച്ഛന്റെ കാലത്ത് അങ്ങനെ കണ്ടപ്പോ ഉണ്ടല്ലോ, ഞാനതിന് ഇങ്ങനെ ചെയ്തു. ഒന്നും വേണ്ട കേട്ടോ. എന്താണ് ഏറ്റവും നല്ലത്? ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയാണ്. അടുത്ത, ഹോം ഈസ് ദ ബെസ്റ്റ്. ഹോം ഈസ് ദ ബെസ്റ്റ്. Our house keep us safe from the heat of sun, cold, rain and storm. അല്ലേ? എന്തുവാ വീടിനെ കൊണ്ടുള്ള നമ്മുടെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ്? നമ്മളുടെ വീട്, നമ്മൾ എന്ത് വന്നാലും ഓടി എന്തെങ്കിലും ആപത്ത് വന്ന ഉടനെ നമ്മൾ എന്താ ചെയ്യുന്നേ? ഒരു പട്ടീനെ കണ്ടു, ഒരു പാമ്പിനെ കണ്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു, നമ്മൾ ഓടി എങ്ങോട്ടാ വരുന്നേ? ഇപ്പോഴാണ് മുഹമ്മദ് റാസി പ്രസന്റ് അടിക്കുന്നത്. കുറെ ലേറ്റ് ആയല്ലോ, എന്ത് പറ്റി? ഓക്കെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യം, നമ്മൾ ഒരു മഴ വന്നു, കളിച്ചോണ്ടിരിക്കുന്ന നമ്മൾ എങ്ങോട്ടാ ഓടിക്കേറുന്നത്? വീട്ടിലേക്കാണല്ലേ. സഹിക്കാൻ പറ്റാത്ത ചൂട്, വെയിൽ വന്നു, നമ്മൾ എങ്ങോട്ടാ ഓടിപ്പോയി നിൽക്കുന്നത്? നമ്മുടെ വീട്ടിലോട്ടല്ലേ അല്ലേ. ഒരു പട്ടിയെ കണ്ടു, പേടിച്ചെങ്ങോട്ടാ ഓടുന്നേ? വീടിനകത്തേക്കല്ലേ. എവിടാ കിടന്ന് ഉറങ്ങുന്നേ? വീടിനകത്തല്ലേ. അപ്പോൾ ഒരു വീട് നമ്മളെ സംബന്ധിച്ചോളം എത്രയധികം ഇമ്പോർട്ടന്റ് ആണല്ലേ. അവർ ഹൗസ് കീപ് us സേഫ്. എന്തുകൊണ്ടാണ്? വീടിനുള്ളിൽ നമ്മൾ സേഫ് ആണ് എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ വീടിനകത്തേക്ക് ഓടി കയറുന്നത് അല്ലേ. അമ്മയുടെ അച്ഛന്റെ അടുത്തെത്തുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം കിട്ടുന്നല്ലേ. അമ്മയും അച്ഛനും എവിടെ ഉണ്ടാവുക? വീട്ടിലല്ലേ. മുഹമ്മദ് റാസി എമ്മേ എന്താ ചെയ്യുന്നത്? ഡാൻസ് കളിക്കുവാണോ? എന്നാ പിന്നെ ശരി കാണിക്കല്ലേ, ഞങ്ങൾ എല്ലാരും കണ്ടോട്ടെ. മുഹമ്മദ് റാസി, ഹലോ, നീ എന്താടാ അവിടെ ചെയ്യുന്നേ? നീ എന്താ ഇത്രയും തിരിച്ച് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്നേ? ഇവിടെ ശ്രദ്ധിക്ക്, ഞാൻ കാണുന്നുണ്ട് നിന്നെ. ഓടിപ്പോയോ? നമ്മുടെ സമയം പോകുന്നു. ഓക്കെ. എ ഗുഡ് ഹൗസ്. The rooms in a house will be airy and well lit. എന്താണ്? ഇനി ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. The rooms in a house should be airy and well light. എന്താണ് അർത്ഥം? ആവശ്യത്തിന് വായു സഞ്ചാരവും പ്രകാശവും ഉള്ളതായിരിക്കണം നമ്മുടെ റൂമുകൾ. എന്നാല് ഇനഫ് സ്പേസ് ഉണ്ടാവണം, എയർ ഉണ്ടാവണം, വിൻഡോസും ഡോർസും ഒക്കെ അതിന് ഉണ്ടാവണം. Okay, air circle. Okay, then a house should have open space like veranda or courtyard. This gives fresh air, sunlight and place
ടു പ്ലേ. അപ്പോൾ വരാന്ത ഉണ്ടാവണം, മുറ്റം ഉണ്ടാകണം, ഒക്കെ ചെയ്യാൻ വേണം. അതിനുശേഷം ഡോർസ് ആൻഡ് വിൻഡോസ് ഷുഡ് ബി ഫിറ്റഡ് വിത്ത് വയർ നെറ്റിംഗ് ടു കീപ് ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോസ് അവേ. ഈച്ചകളും കൊതുകുകളൊന്നും വരാതെ ജനലിനെ നമ്മൾ നെറ്റ് അടിക്കും അല്ലെ. നെറ്റ് അടിച്ചപ്പോ കൊതുക് വല്ലവണ്ണം വരുന്നില്ലേ? കൊതുക് മൂലം നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരും അല്ലെ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരുടെ മരണ കാരണമാകുന്നത് എന്താണെന്നറിയാമോ? ഡെങ്കിപ്പനിയും ഇപ്പത്തെ കൊറോണയൊന്നും അല്ല. അതിലും കൂടുതൽ മോസ്കിറ്റോ കടിച്ചിട്ട് ആൾക്കാർ മരിക്കുന്നത് മോസ്കിറ്റോ പരത്തുന്ന രോഗം കൊണ്ട്. സോ മോസ്കിറ്റോ വരാതെ നമ്മൾ നെറ്റ് വയറിംഗ് ഉണ്ടാവണം. A house should have a well-planned drainage system that carries dirt, whatsoever from those. നല്ല വേസ്റ്റ് വാട്ടർ പോകാൻ വേണ്ടി, വെള്ളം പോകാൻ വേണ്ടി നല്ല ഡ്രെയിനേജ് സിസ്റ്റം വേണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് മോശം വെള്ളം കെട്ടി കിടക്കാതിരിക്കും. കെയർ ഓഫ് അവർ ഹൗസ്. വാഷ് ബേസിൻസ്, ബാത്റൂംസ് ആൻഡ് ടോയ്ലറ്റ്സ് മസ്റ്റ് ബി വാഷ്ഡ് ആൻഡ് ക്ലീൻ ഡെയിലി. നമ്മുടെ വാഷ് ബേസിൻസും ബാത്റൂമും ടോയ്ലറ്റും വെറുതെ ഉപയോഗിച്ചിട്ട് തിരിച്ചു പോന്നിട്ട് അമ്മ വൃത്തിയാക്കിക്കോട്ടെ എന്നല്ല, ഉപയോഗിക്കുന്നവർ തന്നെ വൃത്തിയാക്കണം. നമ്മ നന്നായി കഴിക്കോളും, പക്ഷെ നിങ്ങൾ ഉപയോഗിച്ച ശേഷം. കേട്ടോ ഫാത്തിമ മെഹറിൻ? അവിടെ എന്താ നീ കളിച്ചോണ്ടിരിക്കുന്നേ? നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? ഓക്കെ. ദെൻ കർട്ടൻസ് മസ്റ്റ് ബി വാഷ് റെഗുലർലി. കർട്ടൻസ് ഏറ്റവും കൂടുതൽ പൊടി പിടിക്കാൻ സാധ്യതയുള്ളതാണ്, അതുകൊണ്ട് കർട്ടൻ നന്നായി വാഷ് ചെയ്യണം. ട്രെയിൻസ് ഫ്രം ദ കിച്ചൺ ആൻഡ് ബാത്റൂം മസ്റ്റ് ബി കവേർഡ്. അതായത് അടുക്കളയിൽ നിന്ന് പാത്രം കഴുകുന്ന വേസ്റ്റ് പോകുന്നതും കുളിമുറിയിൽ നിന്ന് പോകുന്ന വെള്ളത്തിൻ്റെ നന്നായി കവർ ചെയ്ത് തന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അവിടെ മോസ്കിറ്റോസ് ഒക്കെ ബ്രീഡ് ചെയ്യും. മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ അൺകവേർഡ് ഡ്രെയിൻസ് ഓർ ഇൻ എ ഡേർട്ടി വാട്ടർ ദാറ്റ് കളക്ട് നിയർ ദ ഹൗസ്. ദേ സ്പ്രെഡ് ഡിസീസസ് ലൈക്ക് മലേറിയ, ഡെങ്കു ആൻഡ് ചിക്കൻ ഗുനിയ. അല്ലേ, നിങ്ങൾ കേൾക്കുന്നില്ലേ പേരുകളൊക്കെ? മലേറിയ ഉണ്ട്, ഡെങ്കി ഉണ്ട്, ചിക്കൻ ഗുനിയ ഉണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ നല്ല രസമുള്ള പേരുകളാണേലും വന്നു കഴിയുമ്പോൾ അത്ര സുഖമൊന്നും ഇല്ല കേട്ടോ. വർഷങ്ങളോളം അതിന്റെ കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും, ചിലപ്പം മരിച്ചും പോകും. Dustbins must be covered so that flies do not lay eggs in the rubbish. ഓക്കെ, ഡസ്റ്റ്ബിൻ ഇല്ലേ നമ്മളുടെ വീട്ടിലെ ഡസ്റ്റ്ബിന്, അതെപ്പോഴും അടപ്പുള്ള ഡസ്റ്റ്ബിൻ. ഈ മുഹമ്മദ് റാസി എങ്ങോട്ടാ പോകുന്നത്? നടന്നു മുറ്റത്തോ പറമ്പിലൊക്കെ പോയിട്ടുണ്ടല്ലോ. റാസി ഇതെവിടെ ആടാ നീ? എനിക്ക് മുറ്റത്തൂടെ നടക്കാൻ തോന്നുന്നു, മൊബൈലും കൈ പിടിച്ചോണ്ട്. മുഹമ്മദ് റാസി, ആ എന്തോ പാട്ടൊക്കെ പാടുന്നുണ്ട് അതിനിടയ്ക്ക്. Muhammad Razi, can you hear me? Unmute yourself. Razi. ഒരു എന്താണ്? ഗസ്റ്റ് വന്നിട്ടുണ്ടോ? നീ എന്തായി കളിക്കുന്നത്? നീ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുവാണോ ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് പോയിരുന്നേ അവിടെ? ഇങ്ങനെയാണോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? Okay, then dustbins be covered with so that the flies do not lay eggs in the rubbish. Okay, garbage must be thrown in a proper dumping place. Do not on the road. അല്ലേ, നമ്മുടെ വീട്ടിൽ നിന്നും ഉപയോഗിച്ച് ബാക്കി വരുന്ന കാര്യങ്ങള് നമ്മൾ റോഡിലോട്ടും നമ്മുടെ വീടും മുറ്റവും മാത്രം വൃത്തിയായി കിടന്നാൽ മതി അല്ലേ. അതിന്റെ അപ്പുറത്ത് എന്തായാലും നമുക്ക് കുഴപ്പമില്ല. അങ്ങനല്ല, നമ്മുടെ വീടും മുറ്റവും മാത്രമല്ല, നമ്മുടെ പരിസരം മാത്രമല്ല, നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള റോഡും എല്ലാം നല്ല വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ അവിടെ ഈച്ചയും കൊതുകുകളൊക്കെ വളരും. നമ്മുടെ മുറ്റത്തും പിന്നെ വീടിന്റെ അടുക്കളയിലും മാത്രമല്ല ഈച്ചയും കൊതുകും വളരുക ചെയ്യുക കേട്ടോ. പരിസരം കൂടെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം. എ ഹൗസ് കംസ് ബിക്കം എ ഹോം വെൻ ദ പീപ്പിൾ ലീവ് ഇറ്റ് ഇൻ ലവ് ഈച്ച് അതർ. കണ്ടോ, ഒരു വീട് ഭവനമായി മാറണമെങ്കിൽ, ഹൗസ് ഹോമായി മാറണമെങ്കിൽ കുറെ മണ്ണും ഇഷ്ടികയും കല്ലും തടിയും ജനലും ഒന്നും മാത്രം പോരാ. പിന്നെ എന്ത് വേണം? അവിടെ ആളുകൾ സ്നേഹത്തോടെ വളരണം, ജീവിക്കണം. ഹെൽപ്പ് ടു കീപ് യുവർ ഹൗസ് ക്ലീൻ. അതായത് നമ്മളെ പേരൻസിനെ വീട് വൃത്തിയായി സൂക്ഷിക്കാൻ സഹായിക്കണം കേട്ടോ മെഹറിൻ. നമ്മളുടെ വീട് അമ്മയുടെ ജോലി അല്ല വീട് വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത്. നിങ്ങളുടെ ജോലിയിൽ അമ്മ നിങ്ങളെ സഹായിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം. സോ നമ്മൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കണം. ഞാനെല്ലാം വാരി വലിച്ചിട്ടുള്ള അമ്മ വേണ വൃത്തിയാക്കിക്കോട്ടെ, ആ പോളിസി ഇനി വേണ്ട കേട്ടോ. ഞാൻ ഇനി പേരൻസിനെ കാണുമ്പോൾ ചോദിക്കും, നിങ്ങൾ എത്ര പേര് കുട്ടി വീട് വൃത്തിയാക്കാൻ സഹായിക്കുന്നുണ്ട്? ഇനി അതൊക്കെ നോക്കിയിട്ടാ ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ തരുന്ന സ്റ്റാർ ഓഫ് മന്ത് സെലക്ട് ചെയ്യുക കേട്ടാ. അല്ലാണ്ട് എല്ലാം
വാരി വലിച്ച് അങ്ങോട്ടും ഇട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് തോന്നിയ പോലെ ഇറങ്ങി പോകുന്നവർക്ക് മിസ് സ്റ്റാർ ഓഫ് മന്ത് തരൂല. ഓക്കെ, മേക്ക് ഇറ്റ് എ പ്ലസന്റ് പ്ലേസ് ടു ലീവ്. അങ്ങനെ നമ്മുടെ വീടിനെ അതിമനോഹരമായി സൂക്ഷിച്ച് എന്താ പറയാ സന്തോഷത്തോടെ ജീവിക്കാൻ. അല്ലാതെ നമ്മൾ വലിച്ചിട്ട കളിപ്പാട്ടത്തിൽ തട്ടി വീണ് മുറിവേറ്റി കിടക്കുന്ന അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ അങ്ങനൊന്നും ആരും വീട്ടിലുണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ അശ്രദ്ധ മൂലം തീപ്പൊള്ളലുണ്ടാവുകയോ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. പരസ്പരം മറ്റുള്ളവരുടെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ആരോഗ്യത്തെക്കുറിച്ചും ചിന്തിച്ച് നല്ല കെയർഫുള്ളായ ഒരു ലൈഫ് നമ്മൾ ജീവിക്കണം. അങ്ങനെ നമുക്ക് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അപ്പോൾ നമ്മളുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. മിസ് എത്രയും പെട്ടെന്ന് തന്നെ നോട്ട് അയച്ചു തരും. നോട്ട് അയച്ചു തരുമ്പോൾ അത് നോട്ടിലേക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. ക്ലിയർ? ക്ലിയർ ആയോ? ഓടി നടന്നിട്ട് റാസി ഇപ്പൊ അപ്രത്യക്ഷമായോ? ഓക്കെ, നിങ്ങൾക്ക് ഹോംവർക്ക് ക്ലാസ് വർക്കായി ചെയ്യേണ്ടത് ഇതാണ്. ആ ചെക്ക് പോയിന്റ് എന്നുള്ളത് ക്ലാസ് വർക്കായിട്ട് ചെയ്യാം. ഓക്കെ, ഈ നല്ല പാഠമല്ലേ? വളരെയധികം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റിയ ഒരു പാഠമല്ലേ ഇത്, അല്ലേ? എന്നാലല്ലേ പഠനം കൊണ്ട് ഗുണം, വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിവരം നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് ഗുണം വേണമെങ്കിൽ അത് നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഉപകാരമുള്ളതായിരിക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയും വേണം. ഓ അല്ല, എനിക്ക് ഇതെല്ലാം അറിയാം, മിസ്സും അമ്മയും ഒക്കെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാനതൊന്നും ചെയ്യുവല്ല എന്ന ആറ്റിറ്റ്യൂഡാണോ വേണ്ടത്? അല്ല അല്ലേ? എല്ലാം നല്ല മക്കളായി ഇന്നത്തെ സന്തോഷം നാളത്തെ ദുഃഖമായി മാറാതെ സൂക്ഷിക്കാം. അപ്പം ടാറ്റ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ. ഓക്കെ, ബൈ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാമേ. അപ്പോഴത്തേക്ക് നോട്ടൊക്കെ റെഡിയാക്കണം എല്ലാവരും കേട്ടോ.